ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ബോമോൾസ് ഹൈപ്പോത്തസിസ് എന്നാണ് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോമോൾസ് ഹൈപ്പോത്തസിസ്, നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ബോമോൾസ് ഹൈപ്പോത്തസിസ് ഓൾസോ നോൺ ആസ് ബോമോൾസ് കോസ്റ്റ് ഡിസീസ് ഓർ ബോമോൾ എഫക്റ്റ്, അതായത് ബോമോൾ കോസ്റ്റ് ഡിസീസ്, ബോമോൾ എഫക്റ്റ് എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് പ്രപ്പോസ് ചെയ്തത് 1960കളിൽ വില്യം ജെ ബോമോൾ എന്ന എക്കണോമിസ്റ്റാണ് കേട്ടോ. ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ ദ കോസ്റ്റ് ഓഫ് സർവീസസ്, അതായത് കോസ്റ്റ് ഓഫ് സർവീസസ് ഉണ്ട്, അതായത് സർവീസസിൻ്റെ കോസ്റ്റുകൾ. ഏതൊക്കെയാണ് സർവീസ് എന്ന് പറഞ്ഞത്? പർട്ടിക്കുലർ ഇൻ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ്, അതായത് പ്രത്യേകിച്ചും ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രികളാണല്ലോ ഈ സർവീസിൻ്റെ കോസ്റ്റ് വരുന്നത്. ഏതൊക്കെയാണ് സർവീസ് കോസ്റ്റ്? ലേബർ ഇൻറ്റൻസീവ് അറിയാമല്ലോ, കൂടുതൽ ലേബറിനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രികൾ. അപ്പോൾ അവിടെ സർവീസ് കോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഹെൽത്ത് കെയറിൻ്റെ കോസ്റ്റ്, എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ്, ഇതെല്ലാം സർവീസ് കോസ്റ്റുകളാണ്. ആൻഡ് ദ പെർഫോമിംഗ് ആർട്സ്, ഇങ്ങനെയുള്ള കോസ്റ്റുകളെല്ലാം കൂടുന്നുണ്ട്. ടെൻ ടു റൈസ് ഫാസ്റ്റർ ദാൻ ദ cost of goods in more automated or പ്രൊഡക്ടിവിറ്റി ഡ്രിവൺ ഇൻഡസ്ട്രീസ് ലൈക്ക് മാനുഫാക്ചറിങ് പോലെയുള്ള, അതായത് പ്രൊഡക്ടിവിറ്റി ഡ്രിവൺ ഇൻഡസ്ട്രീസിൽ, അതായത് ഓട്ടോമേറ്റഡ് ആയിട്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഡ്രിവൺ ഇൻഡസ്ട്രീസിൽ, ഉദാഹരണത്തിന് CAD, CAM ഒക്കെ അറിയത്തില്ല, അത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്, അത് റോബോട്ടിക് സയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഇൻഡസ്ട്രികളിൽ ഗുഡ്സിൻ്റെ കോസ്റ്റിനെ കാട്ടിലും ഏത് കോസ്റ്റ് കൂടുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇതുപോലുള്ള സർവീസ് കോസ്റ്റുകൾ കൂടുന്നുണ്ട്. ഇത് ആണ് ഇദ്ദേഹം പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിലൂടെ. ഇതിലെ കീ പോയിൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് കീ പോയിൻറ്റ്സ് ഓഫ് ബോമോൾസ് ഹൈപ്പോത്തസിസ്, അതിൽ ഒന്നാമത്തത് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസ് ആണ്. അപ്പോൾ ഏത് തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഇൻ മെനി ഇൻഡസ്ട്രീസ് സച്ച് ആസ് മാനുഫാക്ചറിങ്, പ്രധാനമായിട്ടും മാനുഫാക്ചറിങ് പോലുള്ള ഇൻഡസ്ട്രികളിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്ന സാധനം ഉണ്ട്. അതായത് ടെക്നോളജി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കും, കൂടുതൽ ഇത് പ്രൊഡക്ടിവിറ്റി തരുന്ന രീതിയിലുള്ള ആ ഒരു ടെക്നോളജി ഇങ്ങനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്ന തരത്ത് ക്യാൻ ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് പ്രൊഡക്ടിവിറ്റി ഗെയിൻസ്, കൂടുതൽ പ്രൊഡക്ടിവിറ്റി അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? മീനിങ് മോർ ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ഫ്യൂവർ ഇൻപുട്സ്. കുറച്ച് ഇൻപുട്ട് വെച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉള്ളത് കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണം ലേബർ, അവിടെ ഇൻപുട്ട് എന്ന് ഉദ്ദേശിച്ചത് ലേബറാണ്. കുറച്ച് ലേബർ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ല മെഷീനറി അല്ല, അതുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിന് നേരെ വിപരീതമായിട്ട് ഇൻ കോൺട്രാസ്റ്റ് സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇല്ലേ, അതായത് സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഓഫൺ ഡോണ്ട് എക്സ്പീരിയൻസ് സച്ച് ലാർജ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രീസിൽ ഇതുപോലെയുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എ ടീച്ചർ ഓർ എ മ്യൂസീഷ്യൻ ടിപ്പിക്കലി സ്പെൻസ് ദ സെയിം എമൗണ്ട് ഓഫ് ടൈം പ്രൊവൈഡിങ് ദിയർ സർവീസ് ടുഡേ ആസ് ദേ ഡിഡ് 50 years ago. അതായത് ഒരു മ്യൂസീഷ്യനോ ടീച്ചറോ അദ്ദേഹം 50 വർഷം മുമ്പ് ഏത് സർവീസാണോ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്, പഠിപ്പിച്ചിരുന്ന രീതിയും അല്ലെങ്കിൽ മ്യൂസീഷ്യൻ്റെ ആ രീതിയും എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് മെച്ചപ്പെട്ടു എന്നല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗിവൺ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ സെയിം ആയിരിക്കും. എന്നാൽ പ്രൊഡ്യൂസിങ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉള്ളതുകൊണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ആ ഒരു പ്രൊഡക്ടിവിറ്റി ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം. അടുത്ത കീ പോയിന്റ് എന്ന് പറയുന്നത് വേജ് ഈക്വലൈസേഷൻ ആണ്. അതായത് ഡെസ്പൈറ്റ് ദ ലോവർ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ഇൻ സർവീസ് സെക്ടർ, അതായത് സർവീസ് സെക്ടറിൽ ലോവർ പ്രൊഡക്ടിവിറ്റി ഗ്രോത്താണ് ഉള്ളത് എങ്കിലും വേജസ് ഇൻ ദീസ് ഇൻഡസ്ട്രീസ് ടെൻ ടു റൈസ്, അതായത് ഇവിടെ വേജസ് കൂടാനുള്ള സാധ്യതയുണ്ട് അറ്റ് എ സിമിലർ റേറ്റ് ടു ദോസ് ഹൈ പ്രൊഡക്ടിവിറ്റി ഇൻഡസ്ട്രീസ്. ഹൈ പ്രൊഡക്ടിവിറ്റി ഇൻഡസ്ട്രീസിൽ വേജ് റേറ്റ് കൂടുന്ന പോലെ ഇവിടെയും സർവീസ് സെക്ടറിലും വേജ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ദിസ് ഹാപ്പൻസ് ബിക്കോസ്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇൻ ഓർഡർ ടു റീറ്റെയിൻ വർക്കേഴ്സ് ആണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. അതായത് ആൾക്കാരെ വർക്കേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വർക്കേഴ്സ് പിരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വേജ് കൂട്ടി കൊടുക്കുന്നത് രണ്ട് സ്ഥലത്തും ഒരുപോലെ. അതായത് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ റിട്ടേൺ വർക്കേഴ്സ്, ലോ പ്രൊഡക്ടിവിറ്റി ഇൻഡസ്ട്രീസ് മസ്റ്റ് ഓഫർ കോമ്പറ്റിറ്റീവ് വേജസ്. അതായത് കോമ്പറ്റിറ്റീവ് വേജ് ഓഫർ ചെയ്തേ പറ്റൂ, അവർക്ക് അതിന് നിർബന്ധരാവുകയാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ അവർ പിരിഞ്ഞു പോകും. ഈവൻ ദോ ദെയർ പ്രൊഡക്ടിവിറ്റി ഈസ് ഇൻ ഗ്രോയിങ് ഫാസ്റ്റ്, അവരുടെ പ്രൊഡക്ടിവിറ്റി ഫാസ്റ്റായിട്ട് ഗ്രോയിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അവിടെ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് മറ്റേ നമ്മുടെ പ്രൊഡക്ഷൻ സെക്ടറിൽ പോലെ, അല്ലെങ്കിൽ അതായത് ഇൻഡസ്ട്രി സെക്ടറിൻ്റെ അതേ വേജസ് തന്നെ സർവീസ് സെക്ടറിലും കൊടുക്കേണ്ടി വരുന്നു. അടുത്തു പറയുന്നത് റൈസിങ് കോസ്റ്റ് ഇൻ സർവീസസ്, അതായത് സർവീസിൽ ഉണ്ടാകുന്ന റൈസിങ് കോസ്റ്റിൻ്റെ വർധന. അതായത് ആസ് വേജസ് ഇൻക്രീസസ് ഇൻ ബോത്ത് സെക്ടേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സെക്ടേഴ്സിലും വേജ് കൂടാൻ നേരത്ത് ദ കോസ്റ്റ് ഓഫ് സർവീസസ് റൈസസ്. അപ്പോൾ എന്താണ് സർവീസിൻ്റെ, ഞാൻ ഫസ്റ്റ് കീ പോയിന്റ് പറഞ്ഞ പോലെ സർവീസിൻ്റെ കോസ്റ്റ് അവിടെ വർദ്ധിക്കുകയാണ്. ഓക്കെ, ഈവൻ ദോ പ്രൊഡക്ടിവിറ്റി ഹാസ് ഇൻ ഇംപ്രൂവ്ഡ് മച്ച്. എങ്ങനെ ആയില്ലെന്നുണ്ടെങ്കിലും പ്രൊഡക്ടിവിറ്റി നമ്മുടെ പ്രൊഡക്ഷൻ സെക്ടറെ പോലെ, ഇൻഡസ്ട്രി സെക്ടറെ പോലെ കൂടിയില്ലെങ്കിലും ഇവിടെയും വേജ് കൂടുകയാണ് ചെയ്യുന്നത്.
ദിസ് റിസൾട്ട്സ് ഇൻ ഹയർ കോസ്റ്റ് ഓഫ് സർവീസസ് ലൈക്ക് ഹെൽത്ത് കെയർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹെൽത്ത് കെയറിലുള്ള സർവീസ് കോസ്റ്റ് കൂടുന്നു, എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഇങ്ങനെയുള്ള സർവീസ് കോസ്റ്റുകളെല്ലാം കൂടുകയാണ്. റിലേറ്റഡ് ടു ഗുഡ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹൂസ് പ്രൊഡക്ഷൻ ബെനിഫിറ്റ്സ് ഫ്രം ഓട്ടോമേഷൻ ആൻഡ് ടെക്നിക്കൽ പ്രോഗ്രസ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഈ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് ഏതാണ്? ഓട്ടോമേഷൻ, ടെക്നിക്കൽ പ്രോഗ്രസ് നിന്നുണ്ടാകുന്ന ആ പ്രൊഡക്ഷനെക്കാട്ടിലും മറ്റേതിൻ്റെ സർവീസ് സെക്ടറിൻ്റെ കോസ്റ്റ് കൂടുകയാണ്. അതാണ് പറയുന്നത് റൈസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് പ്രൊഡക്ഷൻ സെക്ടറിലെ, അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ടറിലും സർവീസ് സെക്ടറിലും രണ്ട് സ്ഥലത്തും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് വേജസ് കൂടുന്നു പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻ മാനുഫാക്ചറിങ് സെക്ടറിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് അലോ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മോർ കാർസ്. അതായത് കാർ ഉൽപ്പാദനം നടത്തുന്ന ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം പറയുന്നത്. ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ കാർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു വിത്ത് ഫ്യൂവർ വർക്കേഴ്സ്. കുറച്ച് വർക്കേഴ്സിനെ വെച്ചുകൊണ്ട് നല്ല ടെക്നോളജി ഉള്ളതുകൊണ്ട് കൂടുതൽ കാറുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോവറിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓവർ ടൈം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കുറയുകയാണ്. കുറച്ച് ആൾക്കാരുള്ള ലേബർ കോസ്റ്റ് അവിടെ കുറവല്ലേ. അപ്പം ഇതിന് നേരെ തിരിച്ച് ഇൻ കോൺട്രാസ്റ്റ് ഇനി നമ്മൾ സർവീസ് സെക്ടറിലേക്ക് പോവുകയാണ്. എ ലൈവ് പെർഫോമൻസ് ബൈ ആൻ ഓർക്കസ്ട്ര സ്റ്റിൽ റിക്വയർസ് ദ സെയിം നമ്പർ ഓഫ് മ്യൂസീഷ്യൻസ്. അതായത് ഓർക്കസ്ട്രയുടെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു അതേ ആൾക്കാർ തന്നെ റിക്വയർ ആണ്. മറ്റേ പ്രൊഡക്ഷൻ സെക്ടറിൽ ടെക്നോളജി അഡ്വാൻസ് ആയതുകൊണ്ട് ആൾക്കാർ കുറച്ച് മതി. എന്നാൽ ഓർക്കസ്ട്ര അതൊരു സർവീസ്. അതായത് ഓർക്കസ്ട്രയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലേ. അപ്പോൾ എത്ര ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ ഇപ്പോൾ 10 കൊല്ലം മുമ്പ് വായിച്ചിരുന്ന അത്രയും എണ്ണം ആൾക്കാർ തന്നെ ഇപ്പോഴും പെർഫോം ചെയ്യുന്നതിന് ആവശ്യമാണ്. ഓക്കെ, പ്ലേയിങ് ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് ടൈം. ഓക്കെ, ഹൗഎവർ എന്നാലും അവരുടെ വേജ് കൂടും. ഈ മ്യൂസീഷ്യൻസിൻ്റെ വേജ് കൂടും. അതായത് ഈ ഓർക്കസ്ട്ര ടീമിൻ്റെ വേജ് കൂടും. എന്താണ്? ദ വേജ് ഓഫ് for the musicians will increase to match broader economic wage growth. അവരുടെ വേജ് കൂടുന്നതിൻ്റെ കാരണം എന്താണ്? ഈവൻ ദോ ദെയർ പ്രൊഡക്ടിവിറ്റി ഹാസൻ ചേഞ്ച്. അവരുടെ പ്രൊഡക്ടിവിറ്റി ചേഞ്ച് ആയില്ല എന്നുണ്ടെങ്കിലും വേജ് കൂടുന്നു. അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിച്ചത് ദ ടൈം ഇറ്റ് ടേക്സ് ടു പെർഫോം എ കൺസെർട്ട്. അതായത് ഒരു പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു ഔട്ട്പുട്ടിനാണ് പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിച്ചത്. എന്നാൽ അവരുടെ വേജ് കൂടുന്നു. അതായത് സാധാരണ എക്കണോമിക് വേജ് ഗ്രോത്ത് കൂടുമ്പോൾ ഇവരുടെ വേജും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വേജ് കൂടി വരാൻ നേരത്ത് ദിസ് ലീഡ്സ് ടു ഹയർ ടിക്കറ്റ് പ്രൈസസ് ഓർ കോസ്റ്റ് ഫോർ ദ പെർഫോമൻസ്. അപ്പോൾ അവരുടെ ടിക്കറ്റ് പ്രൈസ് കൂടുന്നു, ആ പെർഫോമൻസിൻ്റെ കോസ്റ്റ് കൂടുന്നു. അതായത് ഓരോ ആർട്ടിസ്റ്റുകൾക്കും കൊടുക്കേണ്ട ആ ഒരു വേജും കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ഇംപ്ലിക്കേഷൻസ് ആണ് ഈ ഹൈപ്പോത്തിസിസ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, അത് ഇൻഫ്ലേഷൻ ഇൻ സർവീസസ്. ഇത് മനസ്സിലാക്കാം. അതായത് സർവീസ് സെക്ടറിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം. അതായത് ബോമോൾസ് ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻസ് വൈ സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, നേരത്തെ പറഞ്ഞ ഓർക്കസ്ട്ര പോലുള്ള സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് എക്സ്പീരിയൻസ് പെർസിസ്റ്റൻറ്റ് ഇൻഫ്ലേഷൻ, മാറാൻ നിൽക്കുന്ന ഒരു ഇൻഫ്ലേഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, കമ്പയർഡ് ടു ഗുഡ്സ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഗുഡ് ബേസ്ഡ് ഇൻഡസ്ട്രിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലേഷൻ, അവിടെ വേജ് കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. അത് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷനാണ്. അടുത്തെന്ന് പറയുന്നത് പോളിസി കൺസിഡറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോമോൾസ് കോസ്റ്റ് ഡിസീസ്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ തിയറിയുടെ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം ഹാസ് ഇമ്പോർട്ടൻറ്റ് ഇംപ്ലിക്കേഷൻസ് ഫോർ പബ്ലിക് ഫണ്ടിങ്. അതായത് പബ്ലിക് ഫണ്ടിങ്ങിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ സെക്ടേഴ്സ് ലൈക്ക് ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ പോലുള്ള പബ്ലിക് ഫണ്ടിങ്ങിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. വെയർ പ്രൊഡക്ടിവിറ്റി ഗെയിൻസ് ആർ, അതായത് അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷനിലൊക്കെ ഇവിടെയൊക്കെയുള്ള പ്രൊഡക്ടിവിറ്റി ഗെയിൻസ് ആർ ഹാർഡ് ടു അച്ചീവ്. അത് എത്ര പ്രൊഡക്ടിവിറ്റി കിട്ടിയെന്നുള്ള അറിയുന്നത് എന്താണ്? അതായത് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത് വളരെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്, പ്രൊഡക്ടിവിറ്റി ഗെയിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ബട്ട് വെയർ വേജ് ഗ്രോത്ത് മസ്റ്റ് കീപ്പ് അപ്പ്. എന്നാൽ അത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഹാർഡാണ്. ഗുഡ്സ് സെക്ടറിനെ പോലെ, അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല നല്ല വിദ്യാർത്ഥികളെ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഉദ്യോഗാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുന്നത്, നല്ല ഡോക്ടേഴ്സിനെ, നല്ല എഞ്ചിനീയേഴ്സിനെ ഒരു ടീച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഗ്രോത്ത് മസ്റ്റ് കീപ്പ്. എന്നാലും അവിടെ വേജ് കൂട്ടിയേ പറ്റൂ, ടീച്ചറിൻ്റെ വേജ് കൂടുതൽ കൊടുത്തേ പറ്റൂ. മസ്റ്റ് കീപ്പ് അപ്പ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ എക്കോണമി. ഓക്കെ, എക്കോണമിയുടെ മറ്റ് കാര്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വേജ് കൂട്ടിയേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.